എന്നെ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു സമ്പ്രദായം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് സത്യത്തിൽ സാമ്പത്തിക നീതിയുടെയും സാമൂഹ്യ നീതിയുടെയും ദർശനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സക്കാത്ത് സമ്പ്രദായമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന 5 സുപ്രധാനമായിട്ടുള്ള സ്തംഭങ്ങളിൽ, കൽത്തൂണുകളിൽ അചഞ്ചലമായിട്ടുള്ള ദൈവത്തിലുള്ള, ഏക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബി തിരുമേനിയെ സാക്ഷ്യപ്പെടുത്തുന്ന സത്യം, ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനമായും ചെയ്തിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്തംഭങ്ങളിൽ ഒന്ന് എന്ന് രണ്ടാമതായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് സക്കാത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നീതിയുടെ ദർശനമാണ് ശരിക്കും സക്കാത്ത് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം. ഉള്ളവൻ ഇല്ലാത്തവന് ഉള്ളവന്റെ വരുമാനത്തിന്റെ നിയതമായ അംശം ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത്, അത് ലഭിക്കാനുള്ള അവകാശം പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് എന്ന പ്രഖ്യാപനമാണ്. എനിക്ക് അനുകമ്പ തോന്നി, ഔദാര്യം തോന്നി ഞാൻ കൊടുക്കുന്നതല്ല, സഹാനുഭൂതിയോടുകൂടി ഞാൻ കൊടുക്കുന്നതിൻ്റെ പേര് സക്കാത്ത് എന്നല്ല. മറിച്ച് എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഉത്തരവാദ ബോധത്തോടുകൂടി ഞാൻ നിർവഹിക്കുമ്പോഴാണ് അർത്ഥപൂർണമായിട്ടുള്ള സക്കാത്ത് എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അതും വിശുദ്ധ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. മൂലധന വരുമാനത്തിന്റെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 2 മുതൽ 3% വരെയും, വാർഷിക കാർഷിക വരുമാനത്തിന്റെ 10 മുതൽ 20% വരെയും നീ ഇല്ലാത്തവന് കൊടുക്കണം. അത് നിന്റെ ചുമതലയാണ്, നിന്റെ ഉത്തരവാദിത്വമാണ്. അത് ലഭിക്കാനുള്ളത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ പുവർ. പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഔദാര്യമായി ലഭിക്കുന്നതല്ല, വാങ്ങുന്നതല്ല. എന്തുകൊണ്ടത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ്. കാരണം നീ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, മണലാരണ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്ത് രക്തം വിയർപ്പാക്കി അധ്വാനത്തിന്റെ ഭാഗമായി ആർജിക്കുന്ന മൂലധനവും വാർഷിക വരുമാനവും നിനക്ക് മാത്രം അനുഭവിക്കാൻ അവകാശപ്പെട്ടതല്ല. അതനുഭവിക്കാനുള്ള അവകാശം പാവപ്പെട്ടവന് കൂടി ഉണ്ട് എന്ന്